തിരുവനന്തപുരം കോവളത്ത് ലാറ്റ്വിയൻ യുവതി ലിഗയുടെ മൃതദേഹം ജീർണിച്ച അവസ്ഥയിൽ കണ്ടെത്തുമ്പോൾ അതൊരു അന്തർദേശീയ വാർത്തയായിരുന്നു. കാരണം അതിനകം തന്നെ ആ ഒരു സംഭവം, ലിഗയുടെ തിരോധാനം, വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയിരുന്നത്. തിരുവനന്തപുരത്ത് 2018 മാർച്ചിലാണ് ലിഗ വരുന്നത്. ലഹരി വിമുക്തി നേടുന്നതിന് പോത്തൻകോടുള്ള ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിലെത്തുമ്പോൾ ഒരു ദിവസം ലിഗ വലിച്ചിരുന്നത് 4 പാക്കറ്റിലധികം സിഗരറ്റുകളായിരുന്നു. അത്രയും ചെയിൻ സ്മോക്കിംഗ് ആയ ജീവിതശൈലിയിൽ നിന്ന് ഒരു മോചനം നേടുന്നതിന് വേണ്ടിയാണ് ലിഗ കേരളത്തിലെത്തുന്നത്. ഈ പോത്തൻകോട് ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞിട്ടും ലിഗയ്ക്ക് അതിൽ നിന്നുള്ളൊരു മോചനം ലഭിച്ചിരുന്നില്ല. കാരണം ഏകാന്തമായ ഒരു ജീവിതം, അവിടുത്തെ ചിട്ടവട്ടങ്ങൾക്കൊപ്പം ചേർന്ന് പോകാൻ കഴിയാത്തൊരു സ്ഥിതി. ആ ഒരു സാഹചര്യത്തിൽ ലിഗ അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. അവിടുത്തെ അധികൃതരോട് പറയാതെ ഒരു ഓട്ടോയിൽ വർക്കലയിലെ ബീച്ചിലേക്ക് പോകുന്നു. സ്വാഭാവികമായും ലിഗ പോയിരിക്കാവുന്നത് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ തേടിയാകണം. ഈ സിഗരറ്റ് മാത്രമല്ല, മറ്റ് ലഹരി വസ്തുക്കളും ലിഗ ഉപയോഗിച്ചിരുന്നു എന്നാണ് ആ സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ലിഗ അവിടേക്ക് പോകുന്നു. മാർച്ച് 14 ഒരു പരാതി വരുന്നു. ലിഗയെ കാണാനില്ല. 2018 ഈ സംഭവം. അന്ന് പോത്തൻകോട് പോലീസിലും വർക്കല പോലീസിലും ഈ ചികിത്സാ കേന്ദ്രത്തിൻ്റെ അധികൃതരാണ് പരാതി കൊടുക്കുന്നത്. ലിഗയെ തിരഞ്ഞുള്ള പരിശോധന വലിയ തോതിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കാം എന്നുള്ള നിലയിലുള്ള ഒരു സമീപനമാണ് ഉണ്ടായത്. ഇതിൽ ഒരു മാറ്റം വരുന്നത് ലിഗയുടെ സഹോദരി ഈ വിഷയത്തിൽ ഇടപെടുന്നതോടുകൂടിയാണ്. അവരുടെ വീഡിയോ സന്ദേശം കേരളത്തിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ ഓഫീസുകളിലേക്ക് ഈ വീഡിയോ സന്ദേശം വരുന്നു. അവരുടെ സഹോദരിയെ കണ്ടെത്താൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ഒരു ആരോപണമാണ്. അതോടൊപ്പം തന്നെ ലിഗയുടെ പാർട്ട്ണർ അദ്ദേഹവും ഇവിടേക്ക് വരികയാണ്. ഈ തരത്തിലുള്ള പരാതി അതിശക്തമായതോടുകൂടി മാധ്യമങ്ങൾ വലിയ തോതിൽ ഈ വിഷയം ഏറ്റെടുക്കുന്നു. ഇതൊരു ദേശീയ വാർത്തയായി മാറുകയാണ്. കാരണം ഒരു വിദേശ വനിതയെ കാണാതായിട്ട് ദിവസങ്ങൾ കഴിയുന്നു, കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള സംഭവം. അത് ദേശീയ തലത്തിൽ നിന്ന് മാറി ഒരു അന്തർദേശീയ തലത്തിലുള്ള വാർത്തയായി പിന്നീട് മാറുകയാണ്. പോലീസിന് മേൽ വലിയ സമ്മർദ്ദമാകുന്നു. ആദ്യം ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘത്തിന് രൂപം നൽകുകയാണ് ലിഗയെ കണ്ടെത്തുന്നതിന് വേണ്ടി. പിന്നീട് വീണ്ടും വലിയ സമ്മർദ്ദം പോലീസിന് മേൽ വരുന്നു. ആ സമയത്ത് ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി. ലിഗയ്ക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡുകളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ ഈ നോട്ടീസ് പതിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിനെ ഈ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പോലീസ് അങ്ങനെ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് മാറി. പക്ഷേ അപ്പോഴും ലിഗ എവിടെ എന്നത് അജ്ഞാതമായിരുന്നു. ലിഗയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വർക്കല വരെ ഓട്ടോയിൽ വന്നു. അവിടെ നിന്ന് വീണ്ടും ഓട്ടോയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. കുറേ ദൂരം അവർ നടന്ന് സഞ്ചരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ ലഭിക്കുന്നു. ഏറ്റവും ഒടുവിൽ പോലീസ് മനസ്സിലാക്കുന്നത് കോവളത്തിനടുത്ത് തിരുവല്ലം വരെ അവർ എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ്. തുടർന്ന് പോലീസ് അവിടുത്തെ ലഹരി സംഘങ്ങളെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണ്. കാരണം ഇവർ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, തുടർച്ചയായി സിഗരറ്റ് വലിക്കുന്ന ആളാണ്. അവിടെ കോവളം തിരുവല്ലം ഭാഗത്തിന് ഇടയ്ക്ക് പനത്തുറ എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ പ്രദേശമുണ്ട്. അവിടെ പാർവതി പുത്തനാറിൻ്റെ ഒരു കരയാണ് ഉള്ളത്. ആ സ്ഥലത്ത് പോയിട്ടുള്ള ആളുകൾക്കറിയാം, വിജനമായ ഒരു പ്രദേശമാണ്. കുറ്റിക്കാടുകളും കണ്ടൽക്കാടുകളും ഒക്കെ നിറഞ്ഞ് അങ്ങനെ ആളുകൾ കയറാത്ത ഒരു ഒട്ടനവധി പ്രദേശങ്ങൾ ആ ഭാഗത്തുണ്ട്. ആ ഭാഗത്ത് ലഹരി സംഘങ്ങൾ സ്ഥിരമായി വരികയും അവർ അവിടെ ഇരുന്ന് ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന വിവരം പോലീസിന് നേരത്തെ തന്നെ അറിയാം. ഇവർക്കിങ്ങനെ ഒരു ചരിത്രമുള്ളത് കൊണ്ട് തന്നെ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ലിഗ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ടാകാമെന്നൊരു സംശയത്തിൽ പോലീസ് അവിടെയൊക്കെ പരിശോധന നടത്തുന്നു. മാധ്യമങ്ങളും ഈ പരിശോധനയുടെ ഭാഗമായി ആ സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ പറയട്ടെ, ഈ പാർവതി പുത്തനാറുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ ഈ തൊണ്ടഴുക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ കയർ നിർമ്മിക്കുന്നതിന് വേണ്ടി തൊണ്ട് വെള്ളത്തിലിട്ട് അത് എടുക്കുന്നൊരു പ്രോസസ്സുണ്ട്. അത് പണ്ട് തിരുവനന്തപുരം ഈ ചിറയിൻകീഴ്, വർക്കല മുതൽ കോവളം ഭാഗത്തൊക്കെ പണ്ടുണ്ടായിരുന്നതാണ്. ഈ കയർ വ്യവസായം അതിൻ്റെ ഏറ്റവും പരകോടിയിൽ നിന്ന സമയത്ത് ആ തരത്തിലുള്ള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ ഇങ്ങനെ തൊണ്ട് അഴുക്കുന്ന ഒരു സംഭവം കാണുകയാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അതൊരു പുതിയ അറിവായിരുന്നു. കാരണം തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ ഈ കയർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലമെങ്കിലും അവശേഷിക്കുന്നു എന്നുള്ള ഒരു കാഴ്ച കൂടി അന്ന് ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അവിടെ പരിശോധന നടത്തിയെങ്കിലും കൃത്യമായ വിവരം പോലീസിന് ലഭിക്കുന്നില്ല. ഞങ്ങളവിടെ പോകുമ്പോൾ വളരെ വിശാലമായ ഒരു ഏരിയയാണ്. തെങ്ങും തോപ്പും
കാട് കയറിയ പ്രദേശവും കണ്ടൽക്കാടും ഒക്കെ നിറഞ്ഞ വള്ളിപ്പടർപ്പും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്. പല സ്ഥലത്തേക്ക് നമുക്ക് കയറാൻ കഴിയില്ല. അവിടെയൊക്കെ പോലീസ് പരമാവധി പരിശോധന നടത്തുന്നു, അവിടെയൊക്കെ വെട്ടിത്തെളിക്കുന്നു. അവിടെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഈ ബീച്ച് ബോയ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അവർ ഈ ലഹരി വിൽപ്പനയുണ്ട്, അതോടൊപ്പം തന്നെ ലൈംഗിക തൊഴിലാളികളാണ്. ഈ സീസൺ, മോഹൻലാലിൻ്റെ സീസൺ സിനിമ പത്മരാജൻ സംവിധാനം ചെയ്ത ആ ചിത്രം കാണുമ്പോൾ അറിയാം, പണ്ട് മുതൽ തന്നെ കോവളത്ത് ലഹരിയുടെ വലിയൊരു സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലിഗയുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അവർ ദീർഘകാലം ലഹരി ഉപയോഗിച്ച ആളാണ്, അവർക്ക് ഈ ചികിത്സയുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ലഹരി തേടിയാണ് വർക്കലയിലേക്ക് അവർ പോയതെന്ന് പോലീസ് അനുമാനിക്കുന്നു. തുടർന്ന് കോവളത്തേക്ക് വരുന്നതും അതിനുവേണ്ടി തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അവരുടെ സഞ്ചാരപഥം പരിശോധിക്കുമ്പോൾ അവർ എത്തിയിരിക്കുന്നതും കോവളത്തിന് തൊട്ടടുത്താണ്. അങ്ങനെ അവിടെ ഏതാണ്ട് 150ഓളം ഹോട്ടലുകളിൽ പരിശോധന നടത്തുന്നു, വർക്കലയിലെ ഹോട്ടലുകളിൽ പരിശോധന നടത്തുന്നു. പക്ഷേ ലിഗയെ കണ്ടെത്താൻ കഴിയുന്നില്ല. ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കേരളത്തിന് പുറത്തുമായി മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ഈ വിവരം കൈമാറി. റെയിൽവേ സ്റ്റേഷനുകൾ, അതോടൊപ്പം എയർപോർട്ട്, ബസ് സ്റ്റാൻഡുകൾ, അങ്ങനെ പല സ്ഥലങ്ങളിലായി മറ്റ് പൊതുസ്ഥലങ്ങൾ, അവിടെയെല്ലാം തന്നെ ഇവരുടെ ഫോട്ടോ പതിച്ച പോസ്റ്ററുകൾ എല്ലാ സ്ഥലത്തും പോലീസ് സ്ഥാപിച്ചു. അപ്പോഴും പോലീസിന് മേൽ വലിയ സമ്മർദ്ദമാണ്. കാരണം ലിഗയുടെ സഹോദരി ദിവസങ്ങൾ കഴിയും തോറും അവരുടെ ആരോപണത്തിന് ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കേരളം പോലൊരു സ്ഥലം സുരക്ഷിതമല്ല എന്നൊരു പ്രതീതി അന്താരാഷ്ട്ര തലത്തിൽ ദൈനംദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. നമ്മുടെ ടൂറിസത്തെ പോലും വലിയ തോതിൽ ബാധിക്കുന്ന കേരളം സഞ്ചാരികൾക്ക് എത്താൻ പറ്റുന്നൊരു സ്ഥലമല്ല, അവർക്കൊരു സുരക്ഷിതത്വം കൊടുക്കുന്ന സ്ഥലമല്ല എന്ന തരത്തിൽ മറ്റ് വിദേശ മാധ്യമങ്ങളിലടക്കം വാർത്ത വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അപ്പാടെ മാറുകയാണ്. ഈ സമയത്ത് ആദ്യം ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ ഒരു 10 അംഗ അന്വേഷണ സംഘത്തിനും പിന്നീട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ DCPയുടെ അന്ന് ജേതാവായിരുന്നു തിരുവനന്തപുരത്തെ DCP, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ മറ്റൊരു സംഘത്തിനും രൂപം നൽകി. ദിനിൽ, അദ്ദേഹമാണ് അന്ന് ഫോർട്ട് AC അസിസ്റ്റൻറ്റ് കമ്മീഷണർ ശ്രീ ദിനിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പൂന്തറ സ്റ്റേഷൻ, തിരുവല്ല സ്റ്റേഷൻ, അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങൾ, അവിടെയെല്ലാം ഈ പോലീസ് വിപുലമായ അന്വേഷണം നടത്തുകയാണ്. അവിടുത്തെ ഈ വള്ളക്കാരുണ്ട്, ടൂറിസ്റ്റുകളുമായി ഈ പാർവതി പുത്തനാറിലൂടെ സഞ്ചരിക്കുന്ന വള്ളക്കാരുണ്ട്. ഈ വള്ളക്കാരെ പലരെയും ചോദ്യം ചെയ്യുന്നു. ഇവർ വള്ളത്തിൽ കയറിയതായ ഒരു സൂചന കിട്ടുന്നുണ്ട്. പോലീസിന് ആദ്യം ലഭിക്കുന്നൊരു സൂചന അങ്ങനെയാണ്, ഈ ലിഗ മറ്റ് ചിലരുമായി അവിടെ വള്ളത്തിൽ സഞ്ചരിച്ചിരുന്നു പകൽ സമയത്ത് എന്നൊരു വിവരം കിട്ടുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ വള്ളക്കാരനെ ചോദ്യം ചെയ്യുന്നു. അവർ അവിടെ എത്തി എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. ആ സമയത്ത് ലിഗയുടെ മൃതദേഹം കണ്ടെത്തുകയാണ്. ഒരു വള്ളിപ്പടർപ്പിനിടയിൽ ചീഞ്ഞളിഞ്ഞ നിലയിൽ, അത് ഇന്നും ഓർക്കുന്നു, തല വേർപെട്ട നിലയാണ്. വള്ളിയിൽ കഴുത്തിൻ്റെ ഭാഗം ഒരു വള്ളിയിൽ ചുറ്റി ജീർണിച്ച് ദിവസങ്ങൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഏതാണ്ട് 39 ദിവസം അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ലിഗയെ കാണാതായി. പോലീസിൻ്റെ പരിശോധനയിൽ കാണുന്നത് ആ തല വേർപെട്ട് ഉടൽ വേർപെട്ട് ചീഞ്ഞളിഞ്ഞ നിലയിലാണ്. അങ്ങനെ മാധ്യമപ്രവർത്തകരായ ഞങ്ങളെല്ലാം അവിടേക്ക് പോവുകയാണ്. കാരണം ഇത്രയും വലിയ വാർത്തയായതുകൊണ്ട് തന്നെ ഈ വിവരം അറിഞ്ഞ് എല്ലാവരും പാഞ്ഞ് അവിടെ ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ ദുർഗന്ധം, ആ ഭാഗത്തേക്ക് ചെല്ലാൻ പറ്റുന്നില്ല. ഒരു വള്ളിപ്പടർപ്പിനിടയിലാണ് ഈ മൃതദേഹം കിടക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ശരീരമൊക്കെ വേർപെട്ട് പോയിരിക്കുന്നു. ഒരു തരത്തിലും പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. കാരണം ഇവർ അവിടെ വന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചു, മൃതദേഹം കണ്ടെത്തി. അത് ചില മൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. ആ ഭാഗത്ത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്ന തരത്തിൽ ചില മൊഴികൾ ലഭിക്കുകയും ഈ പറയുന്ന ചെറുപ്പക്കാർ അവിടെ പോകാറുണ്ട് എന്ന വിവരം ലഭിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ പരിശോധന നടന്നത്. പിന്നീട് പോലീസിന് നേരിടേണ്ടി വന്നത് വലിയ വെല്ലുവിളിയാണ്. കാരണം പോലീസിനെ കാത്തിരുന്നത് പിന്നെ വലിയ വെല്ലുവിളിയാണ്. അതിൽ പ്രധാനം ഈ ശരീരം പൂർണ്ണമായി ജീർണിച്ച് നശിച്ച അവസ്ഥയിലായിരുന്നു. ഇതിൽ നിന്ന് സയൻറ്റിഫിക്കായിട്ടുള്ള എവിഡൻസുകൾ എടുക്കുക പോസിബിൾ അല്ല. അവരുടെ വസ്ത്രം സഹോദരി തിരിച്ചറിഞ്ഞു, ഇത് മരിച്ചത് ലിഗയാണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. പക്ഷേ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ ദേഹപരിശോധന, അതിനുശേഷമുള്ള പോസ്റ്റ്മോർട്ടം നടപടിയിൽ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ, അതായത് ആന്തരിക അവയവങ്ങൾ വരെ ജീർണിച്ചു പോയ, ചീഞ്ഞു പോയ അവസ്ഥയിലാണ് ഇവരുടെ മൃതദേഹം കിട്ടുന്നത്. പക്ഷേ ഇവരുടെ ശരീരത്തിൽ നിന്ന് സെമൻ്റെ കണ്ടൻറ്റ് കണ്ടെത്തുന്നു. അതായത് അവിടെ ഒരു ലൈംഗികമായി അവർ ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് അവിടെ മുതലാണ്.
അതിന് കാരണമുണ്ട്. കാരണം ലഹരി സംഘങ്ങളുടെ ഒരു സങ്കേതത്തിലേക്കാണ് ഇവർ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അവിടെ ഒരു റേപ്പിനുള്ള സാധ്യതയുണ്ട്, ഒരു ബലപ്രയോഗത്തിനുള്ള സാധ്യതയുണ്ട്, അവരെ കൊലപ്പെടുത്തിയത് ഈ ലഹരി സംഘമാകാനുള്ള സാധ്യതയുണ്ട്. കോവളം ബീച്ച്, അവിടെ 3 ബീച്ചുകളാണല്ലോ ഉള്ളത്, അശോക, ലൈറ്റ് ഹൗസ്, ഹൗവ ബീച്ചുകൾ. ഈ 3 ബീച്ചുകളും കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തുന്നു. പക്ഷേ അവിടെ വളരെ കുറച്ച് വീടുകൾ മാത്രമാണ് ആ പ്രദേശത്തുള്ളത്. ഒരു പ്രതികരണം ആദ്യം ആ നാട്ടുകാരിൽ നിന്നുണ്ടാകുന്നു. ഇവിടെ ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങൾ സ്ഥിരം വരാറുണ്ട്, ആ സമീപവാസികളായ ചില ചെറുപ്പക്കാർ അവിടെ സ്ഥിരമായി വന്നു പോകാറുണ്ട് എന്ന ഒരു മൊഴി ആ പ്രദേശത്ത് ഒരു വീട്ടമ്മ ആദ്യം മാധ്യമങ്ങളോട് പറയുന്നു. ആദ്യം പോലീസിൻ്റെ പരിശോധന നടക്കുമ്പോൾ തന്നെ സമാന്തരമായി മാധ്യമങ്ങളുടെ ഒരു അന്വേഷണാത്മകമായ ഒരു പ്രവർത്തനം കൂടി ആ പ്രദേശത്ത് നടക്കുന്നുണ്ട്. ഒരു മൊഴി കിട്ടിയത് ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ഈ ചെറുപ്പക്കാർ സ്ഥിരമായി വന്നു പോകുന്ന രീതിയുണ്ട്. പക്ഷേ അവിടെ വരുന്നത് ധാരാളം ചെറുപ്പക്കാരുണ്ട്. ഇതിൽ ആരാണ് ഇതിൽ ഈ കൃത്യത്തിൽ പങ്കെടുത്തതെന്ന് കണ്ടെത്താൻ എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ആ പ്രദേശത്ത് മാധ്യമപ്രവർത്തകർ തപ്പി നടക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്നൊരു ബൈറ്റ് കിട്ടുകയാണ്. വളരെ കുറച്ച് വീടുകളെ ഭാഗത്തുള്ളൂ. ഒരമ്മ നിലവിളിയോടെ വരുന്നു, നിലവിളിച്ച് നിൽക്കുന്നു. അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ, കാരണം എല്ലാ ദിവസവും പോലീസ് വരുന്നു, ആ പ്രദേശത്തെ വീടുകളിൽ പോലീസ് കയറുന്നു, ചോദ്യം ചെയ്യുന്നു, ആരാണ് ലഹരി ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുന്നു, ചില ചെറുപ്പക്കാരെ കസ്റ്റഡിയിലെടുക്കുന്നു. ഈ അമ്മ നിലവിളിക്കുന്നതിന് കാരണം ഇവരുടെ 2 മക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതാണ് ഇവരുടെ കരച്ചിലിന് കാരണം. സ്വാഭാവികമായും ബൈറ്റ് എടുക്കാൻ എന്നുള്ള രീതിയിൽ അവിടേക്ക് മാധ്യമപ്രവർത്തകർ എത്തുന്നു. അവർ മൈക്കിൽ സംസാരിക്കാൻ തയ്യാറല്ല. പക്ഷേ പലർക്കും അറിയാമല്ലോ, ഈ ഒളിക്യാമറ എന്നുള്ള രീതി, അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ബൈറ്റ് കിട്ടുകയാണെങ്കിൽ വളരെ ഇങ്ങനെയുള്ള കേസുകളിൽ സുപ്രധാനമായ ചില മൊഴികളായിരിക്കും ചിലപ്പോൾ ആ ഘട്ടത്തിൽ കിട്ടുന്നത്. അങ്ങനെ ചില ക്യാമറകൾ ഓണായിരുന്നു. ആ അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് ടി വിയിൽ കാണിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ആ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ ചിലരെങ്കിലും വിമർശിക്കും, അങ്ങനെ ഒരു എത്തിക്സ് ശരിയാണോ എന്ന കാര്യമൊക്കെ ചോദിക്കും. പക്ഷേ അവിടെ എത്തിയ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ഈ കേസ് തെളിയിക്കുക എന്നത് പോലീസിനെ പോലെ തന്നെ ഒരു സാമൂഹ്യമായ ഉത്തരവാദിത്വം എന്ന നിലയിൽ അവർ ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് ചെല്ലുന്ന ആളുകളാണ്. ആ ക്യാമറയിൽ ആ അമ്മ പറഞ്ഞു, ഞാൻ അവനോട് പറഞ്ഞതാണ് ഒരു കാരണവശാലും യുവന്മാരുടെ കൂടെ പോകരുതെന്ന്, പക്ഷെ അവൻ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നു. ആ വിദേശ വനിത ഇതിൻ്റെ മുന്നിലൂടെയാണ് പോയത്. അവർ കൊളോക്കിലിയാണ് അവരന്ന് പറയുന്നത്. ആ ഭാഗത്ത് ഇങ്ങനെ സായിപ്പത്തി അല്ലെങ്കിൽ മദാമ്മ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളാണ് വിദേശത്തു നിന്ന് വരുന്നത്. സായിപ്പത്തി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരോട് അങ്ങനെ പോകരുത് എന്ന് ഞാൻ അവനോട് പറഞ്ഞതാണ്, പക്ഷേ അവൻ പോയി. എന്നിട്ടിപ്പോൾ അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അതോടുകൂടി ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ആ കേസിനെ സംബന്ധിച്ച് ഒരു വളരെ സുപ്രധാനമായ ഒരു മൊഴിയായിരുന്നു. ഈ അമ്മയുടെ മകനും ലിഗയുമായി ആ ഭാഗത്തു നിന്ന് ഈ പറയുന്ന കണ്ടൽക്കാടിൻ്റെ ഭാഗത്തേക്ക് പോയി എന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയായിരുന്നു. തുടർന്ന് ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് അന്ന് പോലീസ് ഇതിൻ്റെ തുടർ അന്വേഷണവുമായി പോകുന്നത്. ഈ പറയുന്ന ചെറുപ്പക്കാരെ, അവിടെ ഈ കേസിലെ 2 പ്രതികൾ ഉദയനും ഉമേഷും, മറ്റ് 2 പേർ കൂടി ഈ കേസിൽ പ്രതികളായിരുന്നു. പിന്നീട് അവരെ കോടതി ഒഴിവാക്കി. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ഇവർ ഈ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. അന്ന് സംഭവിച്ചത് ഇങ്ങനെയാണ്. ലിഗ ഇവരോട് അവിടെ വന്ന് ലഹരി ആവശ്യപ്പെട്ടു. ഇവർ അത് കൊടുക്കാമെന്ന് പറയുന്നു. ഇവർ നേരെ ഈ കണ്ടൽക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അതിനു മുൻപ് ഈ ബോട്ടിൽ സഞ്ചരിക്കുന്നു. അതിനുശേഷം കണ്ടൽക്കാട്ടിലേക്ക് വരുന്നു. അവിടെ വെച്ച് ലഹരി നൽകുന്നുണ്ട്. അതിനുശേഷം ഇവരോട് ഈ ലൈംഗിക അതിക്രമം കാട്ടി അവിടെ റേപ്പ് നടക്കുന്നു. 1ൽ കൂടുതൽ ആളുകൾ അവിടെ വന്നു എന്നതാണ് ആ മൊഴിയുള്ളത്. പക്ഷേ 2 പേരാണ് ഈ കേസിൽ ശിക്ഷിച്ചത്. 1ൽ കൂടുതൽ ആളുകൾ അവിടെ വരികയും ഇവർ അത് റെസിസ്റ്റ് ചെയ്യുകയും ഇവരെ അവിടെ ഉള്ളൊരു വള്ളി ഇവരുടെ കഴുത്തിൽ കുരുക്കി ഇവരെ കെട്ടിയിടുകയും ചെയ്തു. പക്ഷെ അതിനു മുമ്പ് തന്നെ കൊലപാതകം നടന്നു. കാരണം ഇവരിങ്ങനെ കിടക്കുമ്പോൾ കാലുകൊണ്ട് ഇവരുടെ കഴുത്തിൽ അമർത്തി ചവിട്ടുകയായിരുന്നു ഇതിലെ ഒരു പ്രതി. ഈ ചവിട്ടി തരുണാസ്ഥി അത് പൊട്ടിപ്പോയി. അങ്ങനെയാണ് ഇവരുടെ മരണം. എന്നിട്ട് ഇവർ തൂങ്ങി മരിച്ചുവെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് വള്ളിയിൽ കെട്ടിയത്. പക്ഷേ പിന്നീട് നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ അത് തെളിഞ്ഞു. കാരണം തൂങ്ങി മരിക്കുന്ന ഒരാളിൻ്റെ ഭാഗം, അത് ഈ ഭാഗത്ത് വരുന്ന ഗ്ലാൻഡ്
അത് മുറുകിയാണ് മരിക്കുന്നത്. ഈ തരുണാസ്ഥി പൊട്ടണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യണം, കഴുത്തിൽ പ്രസ് ചെയ്താൽ മാത്രമേ തരുണാസ്ഥി പൊട്ടുകയുള്ളൂ. അല്ല തൂങ്ങി മരിക്കുന്ന ഒരാളുടെ തരുണാസ്ഥി പൊട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു മർഡറാണ് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി.